DDRC അജിലസിന്റെ 400ാമത് സെന്റർ ഇവിടെ തൃപ്പൂണിത്തുറ കരിങ്ങാച്ചിറയിൽ ഹിൽ പാലസ് റോഡിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ DDRCയെ കുറിച്ച് പറയുമ്പോൾ 3600-ലധികം ടെസ്റ്റുകൾ നമുക്കിവിടെ ചെയ്യാം. ഏതാണ്ട് 3000-ലധികം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വലിയ സെന്ററാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് വിശദമായി ഇതൊക്കെ ഒന്ന് കാണാം. ഹായ്, ഹലോ, നമസ്കാരം. സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM-ൽ നിന്ന് ഞാൻ RJ നീത. അപ്പോൾ DDRC ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്ന ഈ ഒരു ലാബിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരു ലാബിൽ ചെന്നൊരു പരിശോധന നടത്തി ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിലല്ല, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ടാണ് DDRC നമുക്ക് നൽകുന്നത്. അതിന് തന്നെ തയ്യാറായിട്ടുള്ള സജ്ജമായിട്ടുള്ള 50-ലധികം ഡോക്ടേഴ്സിൻ്റെ ഒരു വലിയ വിങ് തന്നെ ഇവർക്കുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മെഷീനറീസ് ആണ് ഇവിടെ ഈ ലാബിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹോം കളക്ഷൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ചും ഈ തൃപ്പൂണിത്തുറയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഹിൽ പാലസും കരിങ്ങാച്ചിറയും അതുപോലെ കാക്കനാടും ഇരുമ്പനും ഇപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്കിൽ ഒരുപാട് ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ ഈ തിരക്കിനിടയിൽ വീട്ടിൽ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അതല്ല ഇപ്പോൾ എന്തെങ്കിലും ഒരു സർജറി കാര്യങ്ങളൊക്കെ ആയി ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ റിപ്പോർട്ട്സും കാര്യങ്ങളും എല്ലാ ദിവസവും അത്തരം ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഹോം കളക്ഷൻ സംവിധാനം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള കൃത്യമായ റിപ്പോർട്ടാണ് ഇവർ നമുക്ക് നൽകുക. അത് വാട്സാപ്പ് ത്രൂ, ഇമെയിൽ ത്രൂ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിശദമായിട്ടുള്ള കാര്യങ്ങൾ, ഒത്തിരി സൗകര്യങ്ങൾ DDRC നമുക്ക് ഒരുക്കി തരികയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് കാണാം. ഈ ഒരു ലാബ് വിസിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും വരും. ഒന്ന് ഒരു വൈഡ് നെറ്റ്വർക്കാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളൂർ ലാബിൽ ഒരു ബ്ലഡ് സാമ്പിൾ കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് ഇവിടെ വന്ന് തൃപ്പൂണിത്തുറയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. കേരളത്തിൽ വേറെ ഒരു ലാബുകൾക്കും അങ്ങനെ ഒരു സൗകര്യം ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ നെറ്റ്വർക്ക് ഇത്ര ആയതുകൊണ്ടും എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് വാട്സാപ്പിൽ ഇമെയിലോ റിപ്പോർട്ട് കിട്ടുന്നതിനോടൊപ്പം തന്നെ അപ്പോൾ അവർ ഇപ്പോൾ എറണാകുളത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ്, ഇവിടെയാണ് ഡോക്ടറെ കാണണമെങ്കിൽ ഇവിടെ തന്നെ വന്ന ആ റിസൾട്ട് വാങ്ങിച്ച് ഇവിടെ ഡോക്ടറെ കണ്ട് തിരിച്ചു പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ കാസർഗോഡ് ഒരു ബ്ലഡ് സാമ്പിൾ കൊടുത്താൽ അതിൻ്റെ റിസൾട്ട് തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിക്കാൻ പറ്റും. അതാണ് DDRCക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സൗകര്യം ജനങ്ങളിലേക്ക്. DDRC അജിലസ് ലാബ്സിൻ്റെ പ്രത്യേകത എസ്പെഷ്യലി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. ഒന്ന്, ഈ ലാബിനൊരു സ്ട്രക്ചറുണ്ട്. ഈ സിസ്റ്റത്തിന് വി ഹാവ് വെരി സ്മോൾ പ്രോസസ്സിംഗ് ലാബ്സ്. അത് കഴിഞ്ഞാൽ വി ഹാവ് രണ്ടാമത്തെ ലെയറായ റീജിയണൽ ലാബ്സ് ഉണ്ട്. ഉദാഹരണത്തിന് കോട്ടയം, മൂവാറ്റുപുഴ അങ്ങനത്തെ ടൗൺസിൽ. അതിൻ്റെ മുകളിൽ വി ഹാവ് എ റെഫറൻസ് ലാബ്സ് which we have in Trivandrum and Ernakulam. ഞങ്ങളുടെ ഫർദർ റെഫറൻസ് ലാബ്സ് ആർ ഇൻ മുംബൈ ആൻഡ് ഡൽഹി. ആൻഡ് ദെൻ വി ഹാവ് ടൈ-അപ്സ് വിത്ത് ക്വസ്റ്റ് ഡയഗ്നോസ്റ്റിക്സ്, മേയോ ക്ലിനിക് എക്സെട്ര. അപ്പോൾ ഈ ഒരു ശൃംഖല ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലാബറട്ടറി ഒരു എവിടെയോ ഇരിക്കുന്നു, ലെറ്റസ് നെടുങ്കണ്ടം, അവിടെ ഇരിക്കുന്ന ലാബറട്ടറിയിൽ ഒരു ടെസ്റ്റ് വരുന്നു. അപ്പോൾ ആ ലാബ് ടെക്നീഷ്യൻ ആ ടെസ്റ്റ് ഒരു വ്യത്യാസം കാണുന്നു, ഫീൽസ് ദാറ്റ് ദർ ഇസ് എ ഹൈ വാല്യൂ ഓർ എ ലോ വാല്യൂ. ഹി ഡസ് നോട്ട് റിപ്പോർട്ട് ഇറ്റ്. ഹി ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫേഴ്സ് ദ സാമ്പിൾ, ഇൻഫോംസ് ദ പേഷ്യൻറ്റ് ആൻഡ് ചെക്സ് ഇറ്റ് വിത്ത് ദ റീജിയണൽ ലാബ് വേർ വി ഹാവ് സീനിയർ ടെക്നീഷ്യൻസ്. അവർ നോക്കും. അവരും കണ്ടിട്ട് പിന്നെയും ഇതിൽ സംശയം വരികയാണെങ്കിൽ ദെൻ ഇറ്റ് ഗെറ്റ്സ് റെഫേർഡ് ടു ദ റെഫറൻസ് ലാബ്. ആൻഡ് വി ഹാവ് ഡോക്ടേഴ്സ് ഇൻ റീജിയണൽ ആൻഡ് റെഫറൻസ് ലാബ്സ്. സോ ഫൈനലി ഇറ്റ് ബിക്കംസ് എ ഡോക്ടർ സൈൻ ഔട്ട്. സോ ദിസ് വേ the accuracy and reliability of the tests നമ്മൾ എൻഷുർ ചെയ്യും. We have about 400 labs. So reachability വളരെ അടുത്ത് തന്നെ, എങ്ങനെ വരെ ഒരു 5-10 കിലോമീറ്ററിനകത്ത് യു ക്യാൻ റീച്ച് വൺ ഓഫ് അവർ ലാബ്സ്. അപ്പോൾ വൈ കാണ്ട് യു ഗോ ടു അനദർ ലാബ് എന്ന് ചോദിച്ചാൽ ഈ ഹിസ്റ്ററി മുഴുവൻ ഇവിടെ കാണും. അപ്പോൾ ഇതിൻ്റെ വി ഹാവ് സോഫ്റ്റ്വെയർസ് വെയർ ഒരു ഷുഗർ എടുക്കുന്ന ആളുടെ പണ്ടെടുത്ത എല്ലാ റിപ്പോർട്ടുമായിട്ട് അത് കോറിലേറ്റ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ വേരിയേഷൻ ഉണ്ടെങ്കിൽ ടെക്നീഷ്യനെ സൗണ്ട് ചെയ്യും. സോ ഹി ക്യാൻ ബി കെയർഫുൾ വെദർ. അപ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ ഇത് കണ്ടിട്ട് പേടിക്കുക വരെ ചെയ്യും. ഒരു കൗൺസിലിംഗ് റോള് കൂടെ അവിടെ വരുന്നുണ്ട്. ആൻഡ് ദ തേർഡ് പോയിൻ്റ് ഈസ് ദ പോയിൻ്റ് ഓഫ് കെയർ ഫോർ DDRC ഈസ് നൗ ഷിഫ്റ്റഡ് ടു ഹോം. ആസ് യു ക്യാൻ സി വി ഹാവ് ദ ഹോം കളക്ഷൻ. ഇപ്പോൾ വരണ്ട, മെജോറിറ്റി ഓഫ് അവർ VIP ക്ലയൻസ് ദേ സ്റ്റേ അറ്റ് ഹോം. അവിടെ പോയാൽ കളക്ട് ചെയ്യുന്ന. വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ ദേ പ്രിഫർ സർട്ടൻ പർട്ടിക്കുലർ ടെക്നീഷ്യൻസ് ടു കം ഹോം with huge tips being given to them. So that brings us to the last aspect. This DDRC lab has about 2,500 employees. So we are rich in our heritage of 41 years, and we support a large number of
ടെക്നിക്കലി ഗുഡ് പീപ്പിൾ ഇൻ കേരള. അവരുടെ ലൈവ്ലിഹുഡും അവരുടെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടും എല്ലാം അവർക്ക് സന്തോഷമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഈ കമ്പനി കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ആസ് ഐ സെറ്റ്, any test anywhere can be done by us. We have 528 tests in the reference lab in Ernakulam, all of which are NABL accredited. It is the best quality accreditation possible in India. അതിന് പറ്റിയില്ലെങ്കിൽ നമ്മൾ മുകളിലോട്ട് അയക്കും. ടു ജനറ്റിക് സർട്ടൻ ഹയർ ടെസ്റ്റ് ആർ ഗോയിങ് ടു മുംബൈ ആൻഡ് ഡൽഹി. അവിടെ പറ്റിയില്ലെങ്കിൽ മേയോ ക്ലിനിക്കിലോട്ട് അയക്കും. സോ ഏത് ടെസ്റ്റും കോംപ്രഹെൻസീവായിട്ട് ഫുള്ളായിട്ട് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റും. ആൻഡ് ദ ലാസ്റ്റ് പാർട്ട് ഈസ് here, because it's a doctor's sign out, patient does not get a lab report. Patient gets a diagnosis. So we sign out diagnosis. ഈ പേഷ്യൻറ്റിന് ഇന്നാണ് അസുഖം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ക്ലിനീഷ്യൻസിന് വളരെ ഹാപ്പിയാണ്. ആൻഡ് റിമെമ്പർ ദ അക്സസറി തിങ്സ് ലൈക്ക് അൾട്രാസൗണ്ട് ഓർ എക്സ്റേ ഓർ CTs ഓർ തിങ്സ് ലൈക്ക് ECG, ഇതെല്ലാം അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് വരുന്ന ഒരാൾക്ക് ഇതെല്ലാം ഉണ്ടെങ്കിൽ സുഖമായിട്ട് എല്ലാം കൂടെ ഒരു റൂഫിൽ തന്നെ ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പോവുകയും ചെയ്യാം. സോ മെനി കമ്പനീസ് ഓൾസോ ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ DDRC for this. And in my department, we are doing a different category of genomic investigations. Genomic investigation in the sense, there will be prenatal genetics and preventive genetics, preventive genomics, infectious genomics. There are so many investigation is there associated with the genomics department. And basically, prenatal genomics, ഒരു ഗർഭാവസ്ഥയിൽ വളരുന്ന കുഞ്ഞിൻ്റെ genome signatures നമുക്ക് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ത്രൂ സിമ്പിൾ ജിനോമിക് ഇൻവെസ്റ്റിഗേഷൻസ്, വാട്ട് വി കോൾഡ് NIPT. NIPT ഇൻ ദ സെൻസ് അമ്മയുടെ 10 to 15 വീക്സ് ഓഫ് ജസ്റ്റേഷനിൽ അമ്മയുടെ ബ്ലഡിൽ നിന്ന് അമ്മയുടെ ബ്ലഡ് ഒരു 10 ml ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് ഫീറ്റൽ DNA, അതായത് കുഞ്ഞിൻ്റെ DNA ഒരു സർക്കുലേറ്റിംഗ് മോഡിലായിരിക്കും. ആ കുഞ്ഞിൻ്റെ DNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ ഹൈ എൻഡ് ജിനോമിക് ഇൻവെസ്റ്റിഗേഷൻ, വാട്ട് വി കോൾഡ് നെക്സ്റ്റ് ജനറേഷൻ ജിനോമിക് സീക്വൻസിങ് ഓർ NGS, ആ NGSയിലൂടെ കൂടെ നമുക്ക് ആ ഗർഭാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രോയിങ് ഫീറ്റസിൻ്റെ ജനറ്റിക് സ്റ്റാറ്റസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഡൗൺ ബേബി ആണോ, ക്ലൈൻ ബേബി ആണോ, ഓറൽസ് പട്ടാവു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജിനോമിക് സിൻഡ്രോംസ് ആ കുട്ടിക്ക് അസോസിയേറ്റഡ് ആണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ആൻഡ് ഇൻ ദ സെൻസ് അത് കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ യൂട്രസിൽ നിന്ന് നമുക്ക് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് ആ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് പോലും കുഞ്ഞിൻ്റെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള എന്തെങ്കിലും ജിനോമിക് ഇംബാലൻസസ് നമുക്ക് ഈ പ്രീനേറ്റൽ ജെനറ്റിക്സിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് പ്രീനേറ്റൽ ജെനറ്റിക്സ്. ആൻഡ് വെൻ വി മൂവിങ് ടു ഓങ്കോജിനോമിക്സ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്യാൻസർ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ ക്യാൻസർ ഇൻസിഡൻസ് രണ്ട് രീതിയിലാകാം. ഒന്നുകിൽ എന്ന് പറയുന്നത് സ്പൊറാഡിക് മ്യൂട്ടേഷൻസ് ആകാം, അല്ലെങ്കിൽ അത് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജെനറ്റിക്സ്, അതായത് നമ്മുടെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉള്ള ഒരു ക്യാൻസർ ഇൻസിഡൻസ് ആകാം. ഈ രണ്ട് രീതിയിലുള്ള ക്യാൻസർ ഇൻസിഡൻസിലും എന്താണ് ജിനോമിക് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പാരമ്പര്യമായിട്ടുണ്ടാവുന്ന ക്യാൻസേഴ്സിനെ നമുക്ക് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ക്യാൻസർ പ്രിഡിസ്പോസിഷൻ സിൻഡ്രോം ആയിട്ടായിരിക്കും അവരുടെ ബ്ലഡിൽ അല്ലെങ്കിൽ അവരുടെ ജീനിൽ അത് ഉണ്ടായിരിക്കുക. ആ ജീനോംസിൻ്റെ നേരത്തെ മുൻകൂട്ടിയുള്ള മ്യൂട്ടേഷൻ സിഗ്നേച്ചേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് നമ്മുടെ ഒരു പ്രിവെൻറ്റീവ് ഓങ്കോളജി എന്ന് പറയുന്ന സെഗ്മെൻറ്റിലോട്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതായത് എനിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ക്യാൻസർ വരാനുള്ള ലൈഫ് ടൈമിൽ ക്യാൻസർ വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നേരത്തെ ഈ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രൂ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ, അതായത് ജനറ്റിക് കൗൺസിലിംഗ് കൊടുത്തിട്ട് അവർക്ക് എങ്ങനെ ക്യാൻസർ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടുള്ളൊരു കൗൺസിലിങ്ങിലോട് കൂടി നമുക്കത് അവരെ ബോധവാന്മാരാക്കാൻ പറ്റും. അതിനെയാണ് ഞങ്ങൾ ജനറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഈ ജനറ്റിക് കൗൺസിലിംഗ് ഫെസിലിറ്റി DDRCയുടെ ഈ ജിനോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അവൈലബിൾ ആണ്. എനിക്ക് എറണാകുളത്തിൽ ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ ഒരു പുതിയ യൂണിറ്റ് തുടങ്ങാൻ പറ്റിയതിൽ ഒരു ഭയങ്കര സന്തോഷം. കാരണം എറണാകുളം ഇപ്പോൾ നമുക്ക് മെയിൻ റെഫറൽ ലാബ് പനമ്പള്ളി നഗറാണ്. അപ്പോൾ പനമ്പള്ളി നഗർ അറിയാം. ഇപ്പോൾ ഇവിടുന്ന് ഈ തൃപ്പൂണിത്തുറ, ഇരുമ്പനം, നമ്മുടെ ഇൻഫോ പാർക്ക്, അവിടെയുള്ള ആളുകൾക്കൊക്കെ എറണാകുളത്തേക്ക് ഇന്ന് എത്താൻ പറ്റുന്നൊരു സാഹചര്യം, ബ്ലോക്ക് അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ഏറ്റവും നല്ലൊരു ഫെസിലിറ്റീസോട് കൂടിയിട്ട് തൃപ്പൂണിത്തുറയിൽ ഇത്രയും പാർക്കിങ്ങോട് കൂടി ഒരു സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റി. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അതിൽ കൂടുതൽ ഇപ്പോൾ ഇവിടെയുള്ള എൽഡറായിട്ടുള്ള നമ്മുടെ ഹോം കളക്ഷൻ ഫെസിലിറ്റീസ് അതെല്ലാം ആളുകളിലേക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഫാസ്റ്റായിട്ട് റിസൾട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ ഒരു സെൻറ്റർ വരുമ്പോൾ. അപ്പോൾ ഇത്രയും നല്ലൊരു സൗകര്യത്തിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, അഫോർഡബിൾ ആവുന്ന രീതിയിൽ
ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇതൊരു എറണാകുളത്ത് എനിക്ക് തോന്നുന്നു 57 സെൻറ്റർ എറണാകുളം സോൺ എൻ്റെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഹോം കളക്ഷൻ ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ ഈ സെൻറ്ററിൽ നമ്മൾക്ക് അൾട്രാസൗണ്ട് സ്കാൻ വരുന്നുണ്ട്, എക്സ്റേ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, ECG സ്കാൻ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ലാബ് ഫെസിലിറ്റീസ് എല്ലാം, ഹോർമോൺസ്, ഫുള്ളി ഓട്ടോമേറ്റഡ് ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, HbA1c ഇങ്ങനെയുള്ള എല്ലാവിധ നൂതന സാങ്കേതിക മെഷീൻസോട് കൂടി നമുക്കിവിടെ ടെസ്റ്റുകൾ റേറ്റിൽ സ്പീഡായിട്ട് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. ഇപ്പം എറണാകുളത്ത് പോകാണ്ട് തന്നെ, ഇപ്പം പനമ്പിളിയാറാണ് നമ്മുടെ മെയിൻ സെൻറ്ററുകൾ, ഇപ്പോൾ എറണാകുളത്ത് പോകാൻ തന്നെ അവിടെ കിട്ടുന്ന അതേ ഫെസിലിറ്റീസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് ഇവിടെ ഡെലിവറി ചെയ്യാൻ പറ്റും. അതേപോലത്തെ ഹോം കളക്ഷൻ, ഇവിടെയുള്ള എൽഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ സുഖമില്ലാണ്ട് വീട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ മക്കൾക്ക് ഇനി പെട്ടെന്ന് നമ്മുടെ ലാബുകളിലേക്ക് ഫാസ്റ്റായിട്ട് എത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ റൊട്ടീനായിട്ട് ഇപ്പം പല രീതിയിലാണ് നമ്മൾ ഹോം കളക്ഷൻ ഫെസിലിറ്റീസ് വരിക. ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ പ്രായമായിട്ട് ലാബുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകൾ, ഇവർക്കൊക്കെ ആയിരിക്കും വീടുകളിൽ പോയി സർവീസ് കൊടുക്കേണ്ടി വരിക. അതിനൊക്കെ പൂർണ്ണ സജ്ജമായ ഒരു ടീം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതിനൊന്നും നമ്മളൊരു വേറെ അഡീഷണൽ ചാർജോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചെയ്യാത്ത രീതിയിൽ വളരെ ചെറിയൊരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഒഴിവാക്കി കൊടുക്കേണ്ട കേസുകൾക്കാണെങ്കിൽ പോലും അതൊരു സർവീസ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ അവിടെ ഒരു സർവീസ് ചാർജ് കളക്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് ആളുകളുടെ റിക്വയർമെൻറ്റ്സ് പ്രകാരം അത് ചെയ്തു കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കി കൊടുത്തിട്ടാണെങ്കിലും ആ ഒരു ഫെസിലിറ്റീസ് ഈസി ആയിട്ട് അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഇങ്ങനെയുള്ള ആളുകൾക്ക് സൗകര്യം അവരുടെ വീടുകളിൽ കിട്ടണം. അത് തന്നെയാണ് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതിന് പൂർണ്ണ സജ്ജമായൊരു ടീം നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ എനിക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും ഇതിൻ്റെ സർവീസ് എന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതും, ഞാനൊക്കെ 26 വർഷമായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത്രയും വർഷങ്ങളായിട്ട് ആളുകളുടെ ഇടയിലേക്ക് സർവീസ് ചെയ്തുകൊണ്ട്, ഇപ്പം നമ്മൾ ലാബ് എന്ന് പറയുമ്പോൾ ആളുകൾ നോക്കിക്കാണുന്നത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ രോഗിയാവോ എന്നുള്ളൊരു പേടിയിലാണ്. പക്ഷേ ഞങ്ങൾ ശരിക്കും അതല്ല അഡ്രസ്സ് ചെയ്യുന്നത്. ഒരാളും രോഗിയാവുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടരുത്. കാരണം അവരുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ കറക്റ്റ് മനസ്സിലാക്കി ലൈഫ് സ്റ്റൈലിനെ അതിനകത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഈ സേവനം ഉപയോഗിക്കാൻ പറ്റും. കാരണം വെച്ചാൽ ആരോഗ്യപരമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, രോഗിയായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. അപ്പോൾ ആരോഗ്യപരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഞങ്ങൾ നിലകൊള്ളുന്നത്. ഞങ്ങളും ആളുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല സേവനം കൊടുക്കുക എന്നുള്ളതും ഞങ്ങളുടെ നമ്മളൊക്കെ എപ്പോഴും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന് റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പുകൾ എന്തുകൊണ്ടും അത്യാവശ്യമാണ്, ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ തന്നെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ഏത് ടെസ്റ്റുകൾക്കാണെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാവുന്ന എന്തുകൊണ്ടും ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരിടമാണ് DDRC അജിലസ്. അപ്പോൾ അവരുടെ 400ാമത് സെൻറ്റർ തൃപ്പൂണിത്തുറയിലെ കരിങ്ങാച്ചിറ ഹിൽ പാലസ് റോഡിലുള്ള ആ 400ാമത്തെ സെൻറ്ററിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഇതിൻ്റെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. സൂപ്പർ ഹിറ്റ്സ് റെഡ് FM കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ.